വെൽക്കം ടു നോറാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് LCHF ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക തരം പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി നമ്മൾ കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത്. സാധാരണ LCHF ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം പിസ്സയാണിത്. ഇത് ഏറ്റവും പെട്ടെന്നും ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പിസ്സയാണിത്. ഇനി നമുക്ക് പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇനി നമുക്ക് കോളിഫ്ലവർ പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കോളിഫ്ലവർ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തതിന് ശേഷം അത് നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഇട്ട് നന്നായി ബോയിൽ ചെയ്തെടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എടുത്തതിന് ശേഷം അത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നന്നായി പേസ്റ്റ് ആവാനും ഇത് പാടില്ല. ഒന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രൂപത്തിൽ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമ്മൾ ബാക്കിയുള്ള കോളിഫ്ലവർ കൂടി ഇതുപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കോളിഫ്ലവർ അരച്ചെടുത്തതുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത കോളിഫ്ലവറിൽ നിന്ന് അതിലുള്ള നീരൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയണം. ഇതിനായി നമ്മൾ വേറൊരു പാത്രത്തിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടവലെടുത്ത് ആ ടവലിലേക്ക് കോളിഫ്ലവർ ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൽ നിന്ന് എല്ലാ നീരും നമുക്ക് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഇത് നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാലും അതുപോലെ അതിൽ നിന്ന് നമ്മൾ ആ നീരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് നല്ലൊരു പൗഡർ പോലെ നമുക്ക് കാണാൻ പറ്റും. ഈ പൗഡർ പോലെ നമുക്ക് കിട്ടുന്ന കോളിഫ്ലവറിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്യാനുണ്ട്. കോഴിമുട്ട അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാനുള്ള കാരണം നീര് ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് അതിൽ നിന്നുള്ള എല്ലാ നീരും നമ്മൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ടവലെടുത്ത് അതിലേക്ക് കോളിഫ്ലവർ അരച്ചത് ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എന്ത് ചെയ്യുക, അതിലുള്ള എല്ലാ നീരും ഒഴിവാക്കി പൗഡർ രൂപത്തിലേക്ക് കോളിഫ്ലവറിനെ മാറ്റുക. ഇനി ഒരു ചെറിയ ബൗളെടുത്ത് ആ ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് പാരണം. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, അത് മിക്സ് ചെയ്യുക. അതിലെ വെള്ളയും മഞ്ഞയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. കോഴിമുട്ട നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ സാധാരണ ഓംലേറ്റിനൊക്കെ കോഴിമുട്ട മിക്സ് ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് വെള്ളം മഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക. ഈ ഇളക്കിയെടുത്ത ഈ കോഴിമുട്ടയുടെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഈ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നന്നായി ഒന്ന് ഇളക്കുക. ഉപ്പ് ആ കോഴിമുട്ടയുടെ ഇതിലൊക്കെ നന്നായിട്ട് പിടിക്കും. കാരണം നമ്മൾ ഇനി വേറൊരു ഉപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ചേർക്കുന്ന ഉപ്പ് മാത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എത്രയാണോ നമുക്ക് പിസ്സ കഴിക്കുന്ന ഒരാൾക്ക് ആവശ്യമുള്ള ഉപ്പെങ്കിൽ, കാരണം നമ്മളിതിൽ കോളിഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് കാരണം എത്രയാണോ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ കോഴിമുട്ടയുടെ ഇതിൽ ഉപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ അവിടെ അരച്ച് പിഴിഞ്ഞ് നീരൊക്കെ ഒഴിവാക്കി എടുത്തു വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, ആ കോളിഫ്ലവർ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോഴിമുട്ട ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഇടുക. എന്നിട്ട് ഈ കോഴിമുട്ടയും അതുപോലെ ഈ കോളിഫ്ലവറും നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ സാധാ സ്പൂൺ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല പോലെ രണ്ടും സമാസമം ചേർന്ന് എന്ത് ചെയ്യുക, ഇളക്കിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ കോളിഫ്ലവറും അതുപോലെ കോഴിമുട്ടയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല കുഴമ്പ് രൂപത്തിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. എന്നാലേ നമുക്ക് പിസ്സ നമ്മുടെ കറക്റ്റ് നമ്മുടെ ആ ഒരു സാധാരണ നമ്മൾ ചീസൊക്കെ വെച്ചുണ്ടാക്കുന്ന പിസ്സയുടെ രൂപത്തിൽ നമുക്ക് കോളിഫ്ലവർ പിസ്സ മേക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ എടുത്തതിന് ശേഷം ആ ഫ്രൈയിങ് പാനിലേക്ക് ഒലീവ് ഓയിൽ എന്ത് ചെയ്യുക, ഒഴിക്കുക. ഒലീവ് ഓയിൽ നമ്മൾ വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രൈയിങ് പാനിൽ എല്ലാ ഭാഗത്തേക്കും ഒലീവ് ഓയിൽ എത്തുന്ന രൂപത്തിൽ വേണം നമ്മളത് എണ്ണ പുരട്ടാൻ. നമ്മൾ ഒലീവ് ഓയിൽ ഉപയോഗിക്കേണ്ടത് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് LCHF ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ പ്രൊഫഷണൽസ് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രൈയിങ് പാനിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ട അതുപോലെ കോളിഫ്ലവറിൻ്റെ പൗഡറൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കുഴമ്പ് രൂപത്തിലുള്ള മിശ്രണം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വീഡിയോയിൽ കാണുന്ന രൂപത്തിൽ കോഴിമുട്ടയും അതുപോലെ കോളിഫ്ലവറും ചേർന്നുള്ള മിശ്രിതം നമ്മൾ ഈ പരത്തിയാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്രൈയിങ് പാനിൽ മുഴുവനായിട്ട് പരത്തി വെച്ച് കഴിഞ്ഞു. ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ചില ആളുകൾക്ക് ഒലീവ് ഓയിൽ ഇതിൻ്റെ മുകളിലും കുറച്ച് പുരട്ടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇനി നമുക്ക് കുറച്ച്
ടൊമാറ്റോ പേസ്റ്റ് എടുത്ത് നമുക്കിതിൻ്റെ മുകളിൽ പരത്തി കൊടുക്കണം. ടൊമാറ്റോ പേസ്റ്റാണ് കണ്ട് ടൊമാറ്റോ കച്ചപ്പ് അല്ല ഉപയോഗിക്കേണ്ടത്, ടൊമാറ്റോ പേസ്റ്റ് തന്നെ ഉപയോഗിക്കണം. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അത് എന്ത് ചെയ്യുക, ഉണ്ടാക്കി ഉപയോഗിക്കുക. അല്ലാതെ അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മുകളിൽ പരത്തി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ആദ്യം പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവറിൻ്റെ ആ ഒരു ഇതൊന്നും എന്ത് ചെയ്യരുത്, ഉടയാത്ത രൂപത്തിൽ വേണം പരത്തി കൊടുക്കാൻ, ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പിസയുടെ ഏതാണ്ട് 1ാം ഘട്ടം നമുക്ക് കഴിഞ്ഞെന്ന് പറയാം. അപ്പോൾ ആൾമോസ്റ്റ് നമ്മളൊരു പിസയുടെ ഒക്കെ രൂപത്തിലേക്ക് നമ്മുടെ പിസ്സ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യണം. ഡെക്കറേഷൻ ചെയ്യുന്നതിന് നമ്മൾ ക്യാപ്സിക്കം മുളകുകളാണ് ഉപയോഗിക്കുന്നത്. ക്യാപ്സിക്കം മുളകുകളുടെ വ്യത്യസ്ത കളറുകളിലുള്ള മുളകുകളാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഗ്രീൻ കളറിൽ, അതുപോലെ യെല്ലോ, അതുപോലെ റെഡ് കളറിലുള്ള ക്യാപ്സിക്കം മുളകുകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലുള്ള ക്യാപ്സിക്കൻസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ കളറുകളുണ്ടോ ആ കളറുകളൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോഴും നമ്മളുടെ ഫ്രൈയിങ് പാന് നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാതും, നമ്മളിപ്പോൾ അതിൽ ഓയിൽ തേച്ചതും, അതുപോലെ അതിലേക്ക് നമ്മളുടെ കോളിഫ്ലവറും കോഴിമുട്ടയും ചേർന്നുള്ള മിശ്രിതം ഇട്ടതും, അതിൻ്റെ മുകളിൽ നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഇട്ടതൊക്കെ ഗ്യാസ് സ്റ്റോവിൽ വെക്കാതെയാണ്. ഇപ്പോൾ നമ്മൾ മുളക് ഇടുന്നത് പോലും നമ്മൾ ഗ്യാസ് സ്റ്റോവിൽ വെക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാപ്സിക്കം മുളകുകളൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ പിസ്സനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പിസ്സയിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ചീസാണ്. അത് സാധാ ചീസ് നമ്മളിടാം, അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, എന്താണോ ഇഷ്ടമെങ്കിൽ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചീസാണ് ഉപയോഗിക്കുന്നത്, സാധാ ചീസ്, നോർമൽ ചീസാണ് ഉപയോഗിക്കുന്നത്. അൺസാൾട്ടി ചീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. ആ ചീസ് നമ്മൾ മുളക് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതും ചെറുതായി ഡെക്കറേറ്റ് ചെയ്യും. പക്ഷേ നമ്മളിത് ഹീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ ഉരുകി അതിലേക്ക് നമ്മളുടെ പിസ്സയിലേക്ക് അലിഞ്ഞ് ചേരും. ഇനി നമ്മുടെ പിസ്സനെ നമ്മൾ ചൂടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ലോ ഫ്ലെയിം മോഡിലേക്ക് മാറ്റിയതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മളുടെ ഫ്രൈങ് പാനിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള പിസ്സ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. അതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് അടച്ചു വെക്കുക. കുറച്ച് കഴിഞ്ഞതിന് ശേഷം, കുറച്ച് നേരം, ഒരു 10 മിനിറ്റ്, ഒരു 15 മിനിറ്റ് നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് അടപ്പൊക്കെ എടുത്തിട്ട് നമുക്കത് നമ്മുടെ ഇത് പിസ്സ വെന്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാവുന്നതാണ്. കാരണം കോഴിമുട്ടയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ തീ ഉപയോഗിക്കാതെ വേണം ഇത് ചൂടാക്കാൻ. പിന്നെ നമ്മൾ ഒലിവ് ഓയിൽ ഉപയോഗിച്ചത് കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ പിസ്സ ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ചൂടായിട്ട് ഇപ്പോൾ കണ്ട കോഴിമുട്ട അങ്ങനെ നന്നായിട്ട് പൊളച്ച് വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മൾ പിസ്സ ഇപ്പോൾ ഇങ്ങനെ നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, പിസ്സയുടെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പിസ്സനെ നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. നമ്മൾ ശ്രദ്ധിച്ച് വേണം മാറ്റാൻ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. നല്ല കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പാത്രത്തിലേക്ക് തന്നെ മാറ്റുക. എന്നിട്ട് നമ്മൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ സാധാ പിസ്സയൊക്കെ മുറിക്കുന്ന പോലെ ഒരു ട്രയാങ്കിൾ മോഡലൊക്കെ മുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിസ്സ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുണ്ടാക്കിയ കോളിഫ്ലവർ പിസ്സ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക.